റിയൽമിയുടെ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് റിയൽമി P1 Pro. അതുപോലെ തന്നെ റിയൽമിയുടെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് റിയൽമി നാർസോ 70 Pro. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി P1 Proയും അതുപോലെ തന്നെ റിയൽമി നാർസോ 70 Proയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി P1 Proയിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. റിയൽമി നാർസോ 70 Proയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് റിയൽമി P1 Proയിൽ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. റിയൽമി നാർസോ 70 Proയിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഇതാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. രണ്ട് ഫോണുകളിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണുകളുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 നിറ്റ്സ് ആണ്. പിന്നെ റിയൽമി P1 Proയിൽ 2260 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമി P1 Proക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ റിയൽമി P1 Proയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും വരുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 70 Pro 5G എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഈ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. റിയൽമി P1 Proയുടെ വെയിറ്റ് വരുന്നത് 186 ഗ്രാമാണ്. നാർസോ 70 Proയുടെ വെയിറ്റ് വരുന്നത് 195 ഗ്രാമാണ്. വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് റിയൽമി P1 Proക്കാണ്. പിന്നെ റിയൽമി P1 Proയുടെ തിക്നെസ് വരുന്നത് 8.35 mm ആണ്. നാർസോ 70 Proയുടെ തിക്നെസ് വരുന്നത് 7.97 mm ആണ്. അപ്പോൾ തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറവ് റിയൽമി നാർസോ 70 Proക്കാണ്. പിന്നെ P1 Proയിൽ IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാർസോ 70 Proയിൽ IP54 റേറ്റിംഗ് ആണ് വരുന്നത്. അപ്പം ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് P1 Proയിൽ വരുന്നുണ്ട്. പിന്നെ P1 Proയിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോർഡിങ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നാർസോ 70 Proയിൽ ഗ്ലാസ് ബാക്ക് ബോർഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ തരിക നാർസോ 70 Proയിൽ വരുന്ന ഗ്ലാസ് ബാക്ക് ബോഡി ആയിരിക്കും. പിന്നെ ഡിസൈൻ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഇതിലേത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ P1 Proയിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. നാർസോ 70 Proയിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. രണ്ടും ഏകദേശം അടുത്ത് വരുന്ന പ്രോസസ്സറുകൾ തന്നെയാണ്. വലിയ ഡിഫറൻസ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും സ്ലൈറ്റ്ലി ബെറ്റർ റിയൽമി നാർസോ 70 Proയിൽ വരുന്ന മീഡിയാടെക് ഡിമെൻസിറ്റി 7050 ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. ഭയങ്കര വലിയ ഡിഫറൻസ് അല്ല, ചെറിയൊരു ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പം പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ സ്ലൈറ്റ്ലി ബെറ്റർ നാർസോ 70 Pro ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 9ഓളം 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണിൻ്റെയും ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും LPDDR4Xൻ്റെ റാം കൊടുത്തിട്ടുണ്ട്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ P1 Proയിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്നാൽ നാർസോ 70 Proയിൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ രണ്ട് ഫോണുകളിലും റെയിൻ വാട്ടർ ടച്ച് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് വെള്ളമായാലും നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഈ ഫോൺ ടച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഫീച്ചർ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ P1 Proയിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ റിയൽമി നാർസോ 70 Proയിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ നാർസോ 70 Proക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളും വരുന്നത് ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയറുമായിട്ടാണ്. രണ്ട് ഫോണുകളിലും 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 50 മെഗാ മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളുടെയും മെയിൻ ക്യാമറ സെൻസറിൽ OSൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. P1 Proയിൽ സോണി LYT600ൻ്റെ സെൻസറാണ് വരുന്നത്. നാർസോ 70 Proയിൽ സോണി IMX 890യുടെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ നാർസോ 70 Proയിൽ എക്സ്ട്രാ ആയിട്ട് വലിയ യൂസ് ഒന്നുമില്ലാത്ത 2 മെഗാ ഒരു മാക്രോ ലെൻസ് വരുന്നുണ്ട്. ക്യാമറ കമ്പാരിസൺ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കളേഴ്സ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് റിയൽമി P1 Proയിലാണ്. പിന്നെ ലൈറ്റ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിലും റിയൽമി P1 Pro കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ റിയൽമി നാർസോ 70 Proയിൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഫുട്ടേജസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 16 മെഗാ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ റിയൽമി P1 Pro ആയിരിക്കും. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഫോട്ടോസിൽ കുറച്ചും കൂടി ബെറ്റർ P1 Pro ആയിരിക്കും. പിന്നെ വീഡിയോസിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ നാർസോ 70 Proയിൽ ലഭിക്കുന്നുണ്ട്.
ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. P1 Proയിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. നാർസോ 70 Proയിൽ 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ചാർജിംഗ് സ്പീഡ് നാർസോ 70 Proയിൽ വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഈ രണ്ട് ഫോണുകളിലും കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണിൻ്റെയും ബോക്സിൽ ചാർജർ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി നാർസോ 70 Pro ആയിരിക്കും, കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിംഗ് സ്പീഡ് വരുന്നുണ്ട്. വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 8GB RAM 128GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. P1 Proയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 21,999 രൂപയാണ്. നാർസോ 70 Proയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിൻ്റെ കാര്യത്തിൽ വില കമ്പാരിറ്റീവ്ലി കുറവ് റിയൽമി നാർസോ 70 Proക്കാണ്. പിന്നെ 8GB RAM 256GB ഇന്റേണൽ വെർഷൻ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. P1 Proയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 22,999 രൂപയാണ്. നാർസോ 70 Proയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 21,999 രൂപയാണ്. വില കമ്പാരിറ്റീവ്ലി കുറവ് നാർസോ 70 Proക്കാണ്. എന്തായാലും ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റിയൽമി P1 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും വരുന്നുണ്ട്. 2160 Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറയുമായിട്ട് വരുന്ന ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിലും P1 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയിലൊക്കെ ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു പ്രോസസ്സർ വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു പ്രോസസ്സർ ആയിരിക്കും വേണ്ടത്. പിന്നെ ഈ ഫോണിന് വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. IP65 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽമി നാർസോ 70 Proയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം. അതുപോലെ തന്നെ വീഡിയോസിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 3.5mm ഓഡിയോ ജാക്കും അതുപോലെ തന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ വരുന്ന പ്രോസസ്സർ സ്ലൈറ്റ്ലി ബെറ്റർ ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ വിലയും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.